കുറുനരിയും ഗുഹയും. ഒരു കാട്ടിൽ ഒരിക്കൽ ഒരു സിംഹം വാണിരുന്നു. അന്ന് അവൻ ഇരയൊന്നും കിട്ടിയില്ല. വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴപ്പത്തിലായി. ആ പ്രദേശത്തെങ്ങും ഒരു ഒറ്റ മൃഗത്തിനെ പോലും അന്ന് കാണാൻ കഴിഞ്ഞില്ല. ഈ മൃഗങ്ങളൊക്കെ എവിടെ പോയി? ഒന്നിനെയും കാണുന്നില്ലല്ലോ. ഈ കാട് വിട്ടു പോയോ? അവൻ മൃഗങ്ങളെ ശപിക്കാൻ തുടങ്ങി. വിശന്നു വലഞ്ഞ ആ സിംഹം വല്ലാതെ തളർന്ന അവശനായി. അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നപ്പോൾ അവനൊരു ഗുഹ കണ്ടു. അവൻ ഗുഹയ്ക്കരികിലേക്ക് ചെന്നു. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു മൃഗം തീർച്ചയായും ഉണ്ടാവുമെന്ന് അതിന് വിശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ അവന് സന്തോഷമായി. അവനൊരു ആശയം ഉദിച്ചു. ഗുഹയ്ക്കുള്ളിൽ കടന്ന് ഒളിച്ചിരിക്കാൻ അവൻ തീരുമാനിച്ചു. ഏതെങ്കിലും മൃഗം ഗുഹയ്ക്കുള്ളിൽ കടക്കുമ്പോൾ അതിനെ കൊന്ന് വിശപ്പടക്കാമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം. നിർഭാഗ്യവശാൽ ആ ഗുഹ എല്ലാ മൃഗങ്ങളെക്കാളും സൂത്രശാലിയായ ഒരു കുറുനരിയുടേതായിരുന്നു. അതുകൊണ്ട് കുറുനരിയെ പറ്റിക്കാൻ സിംഹത്തിന് അത്ര എളുപ്പം സാധിക്കില്ല. ഇര തേടി തിരിച്ചു വന്ന കുറുനരി ഒരു സിംഹത്തിന്റെ കാൽപ്പാടുകൾ ഗുഹയ്ക്കുള്ളിലേക്ക് പോയിരിക്കുന്നത് കണ്ടു. അത് ഉള്ളിലേക്കുള്ളതാണെന്നും പുറത്തേക്കുള്ള കാൽപ്പാടുകൾ ഇല്ല എന്നുള്ളതും ശ്രദ്ധിച്ചു. സിംഹം ഗുഹയ്ക്കുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്താണ് വഴിയെന്ന് അവൻ തല പുകഞ്ഞ് ആലോചിച്ചു. അവനൊരാശയം തോന്നി. അല്ലയോ ഗുഹയെ, സുഖമാണോ? കുറുനരി ഗുഹയോട് ചോദിച്ചു. ഗുഹയിൽ നിന്നും മറുപടിയൊന്നും വന്നില്ല. ആകെ നിശബ്ദമായിരുന്നു. അവൻ വീണ്ടും ഗുഹയോട് ചോദിച്ചു. എന്താ ഗുഹേ, എന്തു പറ്റി? ഞാൻ ചോദിച്ചാൽ ഉടനെ മറുപടി പറയാറുള്ളതല്ലേ, ഇന്ന് എന്താണ് പറ്റിയത്? ഇത് കേട്ട സിംഹത്തിന് ആകപ്പാടെ കുഴപ്പമായി. താൻ അകത്തുള്ളതുകൊണ്ടാണ് ഗുഹ മറുപടി പറയാത്തതെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് സിംഹം മറുപടി പറയാൻ തുടങ്ങി. സുഖം തന്നെ, നിനക്കകത്ത് വരാം, ഒരു കുഴപ്പവുമില്ല. കുറുനരി ഇത് കേട്ടു. ഗുഹയ്ക്കുള്ളിൽ സിംഹമുണ്ടെന്ന് അവന് ഉറപ്പായി. അതുകൊണ്ട് അവൻ അതിവേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഇരയൊന്നും കിട്ടാതെ ആ സിംഹം അവിടെ കിടന്ന് വിശന്ന് വലഞ്ഞു ചത്തു. ഗുണപാഠം: കുറുനരി സമയോചിതമായി ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ അവൻ സിംഹത്തിന്റെ ഇരയായി തീർന്നേനെ. ബുദ്ധിശാലികൾ എപ്പോഴും ജാഗരൂകരായിരിക്കും. ഏതൊരു ചുറ്റുപാടിലും ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നിങ്ങൾ ബുദ്ധിപൂർവം പ്രവർത്തിക്കണം.